അങ്കിളിൻ്റെ അടുത്തേക്കാണ് പോയത്. അങ്കിളിൻ്റെ അടുത്താണെങ്കിൽ ആൻറ്റി 2 പിള്ളേര് ഒരു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുവാണ്. വലിയൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൻ്റെ ആണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. വലിയൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ അവിടെ ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2 ബെഡ്റൂമെങ്കിലും വേണ്ടി വരും. ഇങ്ങനെ 2 പിള്ളേരും 2 അഡൽട്ടും താമസിക്കണമെങ്കിൽ ഒരു ബാത്റൂം. അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ സമ്മതിക്കുന്നതല്ല. ഇവരെങ്ങനെയാണോ അവരവിടെ താമസിക്കുമായിരുന്നത്. 2 പിള്ളേർ കിടന്നുകൊണ്ടിരുന്നത് ലിവിങ് റൂമിൽ, അതായത് ഹോള് പോലത്തെ ഇതിൽ ഇങ്ങനെ 2 നിലയുള്ള ബെഡിൽ താമസിക്കുന്നു, കിടക്കുന്നു. പിന്നെ അങ്കിളും ആൻറ്റിയും ബെഡ്റൂമിൽ കിടക്കും. പിന്നെ ഒരു കിച്ചണ്. അങ്ങനെയായിരുന്നു അപ്പാർട്ട്മെൻറ്റ്. അവർക്കൊരു കൊറോള കാറുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി കൊറോള കാറ് ചീപ്പായിട്ടുള്ളൊരു കാറാണ്. ഏറ്റവും ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബേസ് മോഡലാണ്. ക്യാമറയിനേക്കാളും അത്രയും വിലയാവില്ല. അവരുടെ അടുത്തേക്കാണ് നമ്മളും കൂടെ ചെല്ലുന്നത്. ഞാൻ മാത്രം സ്ഥിരമായിട്ട് താമസിക്കുന്ന രീതിയിലായിരുന്നു. ബാക്കി ഉള്ള മമ്മിയും സിമിയും തിരിച്ചു പോകുന്നുള്ള രീതിയിലായിരുന്നു. ആ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മളോട് പറഞ്ഞത് അങ്ങോട്ട് പൊക്കോ. അവിടെ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് നടന്നു. പിന്നെ അതായത് ഞാൻ കിടന്നത് ഈ മൂത്ത മകൻ കിടന്ന ബെഡില്, മമ്മിയും സിമിയും കിടന്നത് സിമി കിടന്നത് ഇളയ കൊച്ചിൻ്റെ കൂടെ. മമ്മി കിടന്നത് ഒരു ബെഡ് അവര് ഒരു സെപ്പറേറ്റ് ഇങ്ങനെ മടക്കാവുന്ന ഒരു ഇരുമ്പിന്റെ ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വരുവാന്നറിഞ്ഞത് കൊണ്ട് അവരത് വാങ്ങിച്ചിട്ടു. പിന്നെ മൂത്ത മകൻ കിടന്നത് എയർ ബെഡില്. ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചായിരുന്നു കേട്ടോ. അതില്ലാന്ന് പറയാൻ പറ്റില്ല. വൈകുന്നേരം ആകുമ്പോ എനിക്ക് ഉറക്കം വരും. എന്നിട്ട് രാവിലെ 2 മണിക്ക് ഇങ്ങോട്ടൊക്കെ ഞാൻ എഴുന്നേറ്റ് കണ്ണു തുറന്നു. പിന്നെ ഒരിക്കലും ഉറക്കം വരുന്നില്ല. നമ്മളിങ്ങനെ പകലിരിക്കുന്ന പോലെ അതേ പണി. എഴുന്നേക്കാൻ പറ്റില്ലല്ലോ, കാരണം 4 പേര് അവിടെ സൈഡിൽ കിടക്കുക. അതിൻ്റെ ഇടയിൽ എഴുന്നേക്കാൻ പറ്റുമോ? ഒന്നിനും പറ്റില്ല. ഞാനിങ്ങനെ വെറുതെ കണ്ണ് തുറന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ തിരക്ക് കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ കിടന്നു. ഇത്രയും മണിക്കൂറുകളോളം ഒന്നും ചെയ്യാനില്ല. ഇരുട്ട് മാത്രം. കിടന്നു. അങ്ങനെ 2 ദിവസം ഏകദേശം നേരത്തെ എഴുന്നേറ്റു. വന്ന സമയത്ത് പിന്നെ അവർക്കൊരു പഴയ TV, ഫ്ലാറ്റ് സ്ക്രീൻ TV അല്ല, ഒരു സാധാരണ ഇങ്ങനെ ബോക്സ് പോലത്തെ ഒരു CRTയുടെ TV ഉണ്ടായിരുന്നു. അവര് എല്ലാ ഞായറാഴ്ചയും കാസറ്റ് മലയാളം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഓരോ സിനിമ കാണും വൈകുന്നേരം. അതായിരുന്നു അവരുടെ മെയിൻ പരിപാടി എന്ന് എനിക്ക് തോന്നി. പിന്നെ മകനൊരു ചെറിയൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ചെറിയതല്ല, സാധാരണ രീതിയിലുള്ള കമ്പ്യൂട്ടർ. പിന്നെ ഒരു ചെറിയ TV ഉണ്ട്, അതിനകത്ത് ഗെയിമും കളിക്കും. ഭയങ്കര തണുപ്പ് കാലമായിരുന്നു. ഡിസംബർ മാസമാണ്. ഡിസംബർ മാസം 2008 സമയം. അന്ന് എനിക്ക് എത്ര വയസ്സായി കാണും? 22 വയസ്സായിരുന്നു സമയത്ത്. 22 വയസ്സ്. ജോലി, ഞാനിനി എന്തെങ്കിലും ജോലി ചെയ്ത് വേണമല്ലോ ജീവിക്കാൻ. അപ്പൊ ജോലി കുറച്ചൊക്കെ അന്വേഷിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെ പോയി അന്വേഷിക്കും? ആരോട് അന്വേഷിക്കും? എന്തെങ്കിലും അറിയാമോ?
എവിടെ അന്വേഷിക്കണം എന്നറിയാമോ? ഒരു ദിവസം ആന്റി പറഞ്ഞു ലൈബ്രറി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജോലിയുടെ എന്തെങ്കിലുമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ലൈബ്രറി പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയും കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഞാനും മൂത്ത മകനും ലൈബ്രറി പോയി. ബസ് കയറിയാണ് പോയതെന്നാണ് ബസ് കയറിയാണ് പോയത്. പബ്ലിക് ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മെമ്പർഷിപ്പൊക്കെ എടുത്തു. അവിടുത്തെ ഒരു മെമ്പർഷിപ്പ് എടുത്തു. ഈസി ആയിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് എങ്ങാണ്ട് കാണിച്ചുള്ളൂ എനിക്ക് തോന്നുന്നു. ID ആയിട്ട് കാണിക്കാൻ പാസ്പോർട്ടല്ലേ ഉള്ളൂ. ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രീൻ കാർഡ് കാണിച്ചു എന്ന് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ലൈബ്രറി കാർഡ് കിട്ടാൻ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് മൂവിയൊക്കെ റെൻറ്റിനെടുത്തു. ഏതോ ഇംഗ്ലീഷ് മൂവിയൊക്കെ എടുത്തിട്ട് പുള്ളി ഇങ്ങനെ ഈ മൂത്ത മകനിങ്ങനെ കണ്ടു. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവിടെ കുറെ ബുക്കൊക്കെ പിന്നെ പ്രത്യേകിച്ചൊന്നും ലൈബ്രറി ചെന്നിട്ട് ആ സമയത്ത് പിന്നെ തിരിച്ചിങ്ങനെ ബസ് കയറി വരണം. ആ ഏരിയയില് കൂടെ ബസ് സർവീസ് എപ്പോഴും ഉണ്ട്. ബസ് കയറി വരാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു ഹോട്ട് ഡോഗുകാരൻ അവിടെ ഇങ്ങനെ ഹോട്ട് ഡോഗ് ട്രക്ക് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ